ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ജനാധിപത്യ അവകാശം ഉപയോഗപ്പെടുത്താൻ കഴിയാതെ ഇത്തവണയും പ്രവാസികൾ നാട്ടിലെത്താതെ വോട്ട് ചെയ്യാൻ സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നത് പ്രവാസികളുടെ ദീർഘനാളായുള്ള ആവശ്യമാണ്. എന്നാൽ തപാൽ ബാലറ്റ്, പകരക്കാരനെ ഉപയോഗിച്ച് വോട്ടവകാശം രേഖപ്പെടുത്താൻ അവസരം നൽകുന്ന പ്രോക്സി വോട്ട്, ഓൺലൈൻ വോട്ട് നടപ്പാക്കൽ എന്നിവയിൽ കേന്ദ്ര ഭരണകൂടങ്ങൾ ഇക്കാലം അത്രയും ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഇതോടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രവാസികൾ ജനാധിപത്യ പ്രക്രിയയിലെ നിർണായകമായ അവകാശത്തിൽ നിന്ന് പുറത്തായി. പല രാജ്യങ്ങളും വിദേശത്തുള്ളവരെ എംബസികൾ മുഖേന വിജയകരമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ ഇന്ത്യക്കാരുടെ ഈ ദുരവസ്ഥ. വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടിലുണ്ടെങ്കിൽ വോട്ട് ചെയ്യാമെന്നതാണ് നിലവിലുള്ള ഏക മാർഗം. വിദേശ രാജ്യങ്ങളിൽ ഏകദേശം 1.35 കോടി ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് കണക്ക്. ഇതിൽ ഭൂരിപക്ഷം പ്രവാസികളും ഗൾഫ് നാടുകളിലാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള 99,844 പ്രവാസികളിൽ 25,606 പേരാണ് വോട്ട് ചെയ്തത്. ഇതിൽ 25,534 വോട്ടും മലയാളികളുടേതായിരുന്നു. ഇക്കുറി കേരളത്തിൽ വോട്ടർ പട്ടികയിലുള്ളത് 89,839 പ്രവാസി വോട്ടർമാരായിരുന്നു. വിവിധ GCC രാജ്യങ്ങളിൽ കഴിയുന്നവരാണ് ഇതിൽ ഭൂരിഭാഗവും. പ്രവാസി വോട്ടർമാരിൽ 83,765 പേർ പുരുഷന്മാരും 6,065 പേർ സ്ത്രീകളുമാണ്. എന്നാൽ കേരളത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഇതിൽ ചുരുക്കം പേരാണ് നാട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്.